ഇപ്പൊ നമ്മുടെ മൂവിയുടെ കഥ പറയുവാണെങ്കിലും പ്രവാസ ജീവിതം, ഒരു പാരന്റിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പോ നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും എങ്ങനെയാണ് ലൈക്ക് ആ ഒരു കഥയുടെ ഒരു എസെൻസ് ഒന്ന് പറയാമോ? അത് നല്ല ചോദ്യമാണ്, അത് ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമാണ്. പക്ഷെ ഇതൊരു പ്രവാസിയുടെ കഥയെന്ന് പറഞ്ഞാൽ ഇതിനെ ലഘൂകരിക്കാനാവില്ല. അങ്ങനത്തെ ഒരു ബോക്സിലേക്ക് ഇതിനെ മാറ്റാനും സാധ്യമല്ല. കാരണം ഇത് മുമ്പ് സുനിൽ പറഞ്ഞ പോലെ ഇത് ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു മാലയാണ്. ഇത് ഇൻസിഡൻസ്, കുറെ സീക്വൻസുകൾ, ലൈഫിൽ നടക്കുന്ന സീക്വൻസുകളുടെ ഒരു മാലയാണ്. ആ മാലയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഓക്കെ, ഇത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനൊരു ബോർഡർ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മിലിറ്ററി ഓഫീസറാണ്. ഞാനൊരു വീട് തിരുവനന്തപുരത്താണ്, കാസർഗോഡാണ് എൻ്റെ ഓഫീസ്. ഞാൻ ഒരു മറൈൻ എഞ്ചിനീയറാണ്, ഞാൻ കടലിൽ പോകുന്ന ആളാണ്. ഞാനൊരു പ്രവാസിയാണ്, ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നതാണ്, അല്ലെ ഞാൻ ശൂന്യാകാശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അവർക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവർ തിരിച്ചു വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു അനുഭവം. അപ്പൊ കഥയുടെ ഇതിലേക്ക് കടക്കുകയാണെങ്കിൽ, ചുരുക്കത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി, ജെറി എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം തന്റെ വീട്ടിലേക്ക് തിരിച്ച് അവധി ആഘോഷിക്കാനായി വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ള തന്റെ മക്കള് അദ്ദേഹത്തെ തിരിച്ചറിയുന്നില്ല. അവർ ഹലോ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ്, ഒരു സ്ട്രേഞ്ചറെ പോലെ, ഒരു ഗസ്റ്റിനെ പോലെ സ്വീകരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അത് നേരിടുന്നു. അദ്ദേഹം അതിന്റെ മാനസിക വ്യാപാരങ്ങളിൽ പോയിട്ട് അദ്ദേഹം തിരിച്ചറിയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അപരിചിതനാവേണ്ടി വന്നത്, അതിന്റെ റൂട്ട് കോസ് എന്താണ് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചെടുക്കുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അത് പ്രവാസികൾക്ക് മാത്രമല്ല, പ്രവാസികൾക്ക് നമുക്ക് ചുരുക്കം അതന്നെ, വീട് വിട്ടു നിൽക്കുന്ന ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസുകൾ ഇതിനകത്തുണ്ട്. അത് നമ്മളതിങ്ങനെ അതിന്റെ ഒരു രാഷ്ട്രീയം നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യണം. എങ്ങനെയാണ് ഒരു വ്യക്തി അവൻ എങ്ങനെയാണ് തന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽ ഒറ്റപ്പെടുന്നത്, എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അപരിചിതനാവുന്നത്. അപ്പൊ അതിനൊരു സുല്ലേട്ടൻ പറഞ്ഞ പോലെ അതിനൊരു ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡുണ്ട്, അതിനൊരു കളർ ടോൺ ഉണ്ട്. അത് സുല്ലേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുമ്പോൾ ഇവിടെ ഈ സൈലൻസ് ആണ് വേണ്ടത്, ഇവിടെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ എൻഹാൻസിപ്പിക്കണം. അത് ഈ ഒരു പർട്ടിക്കുലർ മൊമെന്റിലാക്കി ഇത് വെച്ചാൽ കൊള്ളാം. അപ്പൊ അത് ചർച്ചകളിലൂടെ ഇവര് തന്നെ അത് രൂപപ്പെടുത്തും. പിന്നെ അത് എനിക്ക് വിട്ടുതരും. പിന്നെ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യും, പിന്നെ വഴക്കാവും. നമ്മൾ തന്നെ അതിനെ ഡോക്ടറിങ് ചെയ്യും, നമ്മൾ തന്നെ അതിനെ സൂപ്പെടുത്തും, നമ്മൾ തന്നെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് വന്നിട്ട് ഓക്കെ എന്നാ ഇവിടെ വരെ പിടിക്കും, ബാക്കി പിടിക്കണ്ട. ഇതിനകത്തൊരു പ്രധാന വിഷയം എന്താണെന്നറിയാം, ക്രിയേറ്റീവ് കോൺഫ്ലിക്ട് പല സ്ഥലത്തും ഉണ്ടാവും. പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതെ, ചില സമയത്ത് മറ്റേ വിട്ടുകൊടുക്കും. ഈ കോംപ്രമൈസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ കോംപ്രമൈസ് ചെയ്യുന്നത്? ചിലപ്പോ അയാൾ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നമ്മുടെ ക്രിയേറ്റീവ് സൈഡിനെക്കാളും അയാളുടെ ക്രിയേറ്റീവ് സൈഡായിരിക്കും ബെറ്റർ. ചിലപ്പോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരിക്കും ബെറ്റർ. പല സ്ഥലത്തും ചില സമയത്ത് മുരളി അങ്ങനെ ചെയ്തിട്ടുണ്ട്. മുരളി പറയും സൈലന്റ് ആവും, ഞാൻ വാശി പിടിക്കുമ്പോൾ മുരളി സൈലന്റ് ആവും. അപ്പം ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറയും അതല്ല, അത് വെച്ച് തന്നെ മതിയാതെ വെക്കുന്നത്, ഇത് തിരിച്ച് സംഭവിക്കാം. അപ്പൊ അത് ഗിവ് ആൻഡ് ടേക്ക് ആണ്, അതങ്ങനെ സംഭവിക്കാറുണ്ട്. അതാണല്ലോ ടീം വർക്ക്. അങ്ങനെ നമ്മൾ ഫൈൻ ട്യൂണിലേക്ക് എത്തുന്നത്. ഇതിനകത്ത് ഒരു പ്രധാന വിഷയം എന്താണെന്നറിയാം, ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് ഇവരെല്ലാവരും പരസ്പരം ഒരുമിച്ച് ഇരുന്നിട്ടല്ല ചെയ്യുന്നത്. വീഡിയോ കോൾ വിളിച്ചിട്ട് ഇത് ആദ്യം റീൽ അയച്ചു കൊടുക്കും. അപ്പൊ 2 സീൻ ചെയ്തിട്ട് ഈ 2 സീൻ ഞാൻ ചെയ്തു, ഇത് ഇന്നയാണ് അപ്പം ഇന്ന അവിടെ ചിലപ്പം ഫ്ലൂട്ട് കൂടെ മിക്സ് ചെയ്യാൻ കാണും. അവിടെ സാറിന് ഈ ഫ്ലൂട്ട് കൂടെ മിക്സ് ചെയ്യും. കേട്ടിട്ട് പുള്ളി തിരിച്ചു വിളിച്ചു പറയും മൊത്തത്തിൽ പൊളിച്ചു മാറ്റും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊക്കെ കഴിഞ്ഞ് ഇവര് നമ്മൾ ഇഷ്യൂ കഴിഞ്ഞിട്ട് മുരളി എന്നെ വിളിക്കും, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ, ഞാൻ ചെയ്യണമെന്നും അയാൾ പറയുന്നതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി വിളിക്കും, സുല്ലേട്ടാ ആ മൂഡ് അതല്ല, മുരളിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചുമ്മാ വീഡിയോ രാത്രി സ്വസ്ഥമായി ഈ വർക്കിനിടയിൽ കിടന്ന് വിളിക്കരുത്, സ്വസ്ഥമായിട്ട് റൂമിൽ വന്നിരുന്നിട്ട് വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഈ വിഷ്വൽ പ്ലേ ചെയ്ത് ടൈം കോഡ് വെച്ചിട്ട് എനിക്ക് ഇന്ന ടൈം കോഡ് മുതൽ ഇന്ന ടൈം കോഡ് വരെ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പറ്റി, എന്റെ ഷർട്ട് കീറിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ബട്ടൺസ് എല്ലാം ഉണ്ട്, ഞങ്ങൾ ദൂരെ ഇരുന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഇതൊരു പ്രധാന വിഷയമാണ്. കാരണം എന്താ പറയുക, ഇപ്പൊ നമ്മളത് നേരിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് കണ്ട് പഠിച്ചു എന്ന് പറയും പോലെ നേരിട്ട് അടുത്തടുത്തിരുന്നെങ്കിൽ പറയാൻ പറ്റും കൃത്യമായിട്ട് ചെയ്യുന്ന അവസരത്തിൽ. ഇത് മുരളി ഫുൾ റെക്കോർഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ടാണ് ഈ സാധനമൊക്കെ ചെയ്ത് അയച്ചു കൊടുക്കുന്നത്. മറ്റേ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പറയാം. പക്ഷെ എന്നാലും അതിൽ ഒരിടത്തിൽ പോലും ചെറിയ കൺഫ്ലിക്റ്റ് ഒക്കെ മാത്രമേ
ചില റീലിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ചെറിയതൊക്കെ ഇദ്ദേഹം ഒരു ആദ്യത്തെ പറയാനല്ലേ, ആദ്യത്തെ 1-2 റീല് ക്യാരി ചെയ്യാൻ നമ്മുടെ മൂഡ്, നമ്മൾ എന്താണ് പിടിച്ചിരിക്കുന്നത്, നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, നമുക്കൊരു രാഷ്ട്രീയമുണ്ട് ഈ സൗണ്ടിലാണെങ്കിലും വിഷ്വലാണെങ്കിലും, അതിലേക്ക് ഇദ്ദേഹത്തിന് എത്താൻ ഒരു അല്പം താമസം വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത റീലൊന്നും അൾട്ടിമേറ്റ്ലി ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഞാനൊരു സിനിമാറ്റോഗ്രാഫറാണ്, പുള്ളി ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അൾട്ടിമേറ്റ്ലി ഡയറക്ടറുടെ സിനിമയാണ് നമ്മൾ ചെയ്യുന്നത്. അയാൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ അയാൾ ഈ വർഷങ്ങളായിട്ട് എന്റെ പിന്നിലിരുന്നും എന്റെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു. നമ്മളൊരു ഈ അങ്ങനെ കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റ് ഒരു 6-7 പ്രാവശ്യം വായിച്ചിട്ട് നമ്മളൊരു വിഷ്വൽ ഈസ്തെറ്റിക് ഉണ്ടാക്കും. മുരളി അല്ലെങ്കിൽ ഒരു മ്യൂസിക് മൂഡ് ഉണ്ടാക്കും. പക്ഷെ ഇതൊന്നും അല്ലായിരിക്കും ചിലപ്പോൾ അയാൾക്ക് വേണ്ടത്. ഇവിടെയാണ് ഒരു ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അത് നമ്മളിൽ മാത്രമല്ല, എല്ലാ പ്രൊഫഷണൽസിനും ഇതിനകത്ത് ഫിലിം മേക്കിംഗ്. അപ്പം ചിലപ്പോൾ ഞാനൊരു ഫ്രെയിം വെക്കുമ്പോൾ സുല്ലേട്ടാ എനിക്ക് ഈ ഫ്രെയിം അല്ല വേണ്ടത്, ക്ലാരയുടെ കുറച്ചുകൂടെ പ്രൊഫൈലായിട്ടുള്ള കുറച്ചുകൂടെ ഇതായിട്ടുള്ള. അപ്പൊ ഞാൻ പറയും ഇല്ല ഇതായിരിക്കും പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചിലപ്പോൾ മസിൽ പിടിക്കും. അപ്പൊ പറയും സുല്ലേട്ടാ അതൊന്ന് വെച്ച് നോക്കും എന്ന് വെച്ച് നോക്കുമ്പോ എനിക്ക് മനസ്സിലാവും ഓക്കെ ഓക്കെ ജിജോ നമുക്കിത് പോവാം. ഇവിടെയാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു പറഞ്ഞത്. അത് ബെറ്റർ ആണെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കും. ഞാൻ വാശി പിടിക്കുന്ന കാര്യത്തിൽ പുള്ളി മനസ്സിലാക്കി തരും. അപ്പൊ ഞാൻ തിരിച്ച് ചിന്തിക്കും ഡയറക്ടറുടെ സിനിമ നമ്മളൊക്കെ ഒരു ടൂൾസ് ആണ്. അപ്പം ആ ടൂൾ എത്രത്തോളം ബ്ലെൻഡ് ആകുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഭംഗിയായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു, അവിടെയാണ് അതിന്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട് വരുന്നത്. എന്നാൽ നമ്മൾ സെൽഫ് ഡോക്ടറിങ് ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ സെൽഫ് മെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇതില് നമുക്ക് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളത് തിരിച്ചറിയും, നമ്മൾ തിരിച്ച് സംസാരിക്കും, അതല്ല ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തിരിച്ചു പിടിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ടൈമിലാണ് എന്റെ ബീജം തീർത്തത് അല്ലെ, റെക്കോർഡ് ടൈമിലാണ് നമ്മൾ തീർത്ത്. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും വേഗത്തിൽ തീർക്കാൻ പറ്റും. പക്ഷെ നല്ല കൃത്യമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സിനിമയും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ September 19th റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പൊ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുവരെ പറയാത്തൊരു ജോണർ നമ്മൾ ട്രൈ ചെയ്യാം. അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ്. കാരണം വെച്ചാൽ അതൊരു അതിന്റെ കണ്ടന്റ് എനിക്ക് ഇപ്പൊ പ്രകടമായിട്ട് പറയാൻ പക്ഷെ പറഞ്ഞാൽ അതിന്റെ എല്ലാം പൊളി. പക്ഷേ അതൊരു എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. ഇതുവരെ ആരും പറയാത്ത ഒരു ഹസ്ബൻഡും വൈഫിനും ഇടയ്ക്ക് വരുന്ന ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങള് വളരെ ഡിഫറെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം പ്രേക്ഷകർ തീരുമാനിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും ഇനിയും പുതിയ വർക്ക്സ് ഒക്കെ ആയിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അത് നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ എമാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ടെക്നീഷ്യൻസിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഇപ്പം ഫോം ചെയ്തിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ഇതിനൊരു സർട്ടിഫിക്കേഷൻ തരേണ്ടതുണ്ട്. അതെല്ലാം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് എല്ലാവരും അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇതിനകത്തൊരു പ്രേക്ഷകർ എന്ന് പറയുന്നത് പലതരം പ്രേക്ഷകരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ഒരു ഫിലിം മേക്കറുടെ ഏറ്റവും വലിയ വിജയം. അതൊരു അപ്പൊ എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ സക്സസ് ആയി എന്നുള്ളതാണ്. ആ ഫിലിം മേക്കർ സക്സസ് ആ ഫിലിം സക്സസ് ആയി. പക്ഷെ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറയുന്നിടത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ ഞാനും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.